ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിലേക്ക് വരുന്നതും ഇസ്ലാമിൽ നിന്ന് പോകുന്നതും വ്യത്യസ്ത മതങ്ങൾ സ്വീകരിക്കുന്നതുമൊക്കെ ചില സന്ദർഭങ്ങളിൽ വല്ലാതെ വാർത്തകളാകാറുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വലിയ രൂപത്തിൽ വാർത്തയാക്കി പിന്നീട് അവർക്ക് പറയാനുള്ളതെല്ലാം പറയിപ്പിച്ച് ഇന്റർവ്യൂ ചെയ്ത് അവരെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങളിത് സ്വീകരിക്കാൻ തയ്യാറായത് എന്നൊക്കെ പറയിപ്പിക്കും. പക്ഷെ വസ്തുതകളിലേക്കൊട്ട് വരത്തൂല. ഇന്നിപ്പോൾ ഞാൻ വേറൊരാളെ കണ്ടിരുന്നു, ഒരു ഉമർ ഹെലനോ അങ്ങനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു, ജയിലിലേക്ക് പോയി. ജയിലിൽ കിടന്നിട്ടാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം ഖുർആനിൻ്റെ പരിഭാഷ വായിച്ചു. 5 തവണയോളം അദ്ദേഹം പരിഭാഷ വായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ബൈബിൾ വലിച്ചെറിഞ്ഞിട്ട് ഖുർആൻ സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. 10 ലക്ഷം രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ കുറച്ചുകൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നു, ശിക്ഷ അനുഭവിക്കാൻ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ അയാൾ ഇന്ന് സമാധാനത്തോടുകൂടി ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്നു. അതായത് യേശു പറഞ്ഞ കാര്യങ്ങളും ബൈബിള് പറഞ്ഞതും വെച്ച് കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യം അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടില്ല. ഖുർആനും ഹദീസും അദ്ദേഹം ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുമായിരുന്നു. ഇരിക്കട്ടെ, ചില സിനിമാ താരങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് വലിയ വാർത്തയാണിപ്പോൾ. ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് റെജീന കസാന്ദ്ര. 2005 തമിഴിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടി. പിന്നീട് ബോളിവുഡിലടക്കം തന്നെ വലിയ രൂപത്തിൽ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധ നേടി. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായ നടി സജീവമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. മുമ്പ് തെന്നിന്ത്യൻ ബഹുമുഖ അഭിനേത്രികളിൽ ഒരാളായി ഉയർന്നു വന്നിരുന്നു. സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടി തൻ്റെ മതം മാറ്റത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ജനിച്ചത് മുസ്ലിമായിട്ടാണെങ്കിലും താനിപ്പോൾ ക്രിസ്ത്യാനിയായി മാറി എന്നാണ് നടി വെളിപ്പെടുത്തിയത്. പെട്ടെന്ന് മതം മാറാനുണ്ടായ കാരണത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെപ്പറ്റിയുമൊക്കെ പുതിയൊരു അഭിമുഖത്തിലൂടെയാണ് റെജീന സംസാരിച്ചത്. തൻ്റെ മതപരിവർത്തനത്തിൻ്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി റെജീന കസാന്ദ്ര. ഇപ്പോൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ചില സ്വകാര്യതകൾ അവർ പങ്കുവച്ചത്. എൻ്റെ അമ്മ ഒരു ക്രിസ്ത്യാനിയും പിതാവ് ഒരു മുസ്ലിമുമാണ്. അവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. അങ്ങനെയാണ് ഞാനൊരു മുസ്ലിമായി ജനിക്കുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 6 വർഷം എൻ്റെ പേര് റെജീന എന്നായിരുന്നില്ലെന്നും നടി വെളിപ്പെടുത്തി. മാതാപിതാക്കൾ തൻ്റെ 6 വയസ്സുവരെ വേറൊരു പേരിലാണ് എന്നെ വിളിച്ചിരുന്നത്. പിന്നീട് എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഞാൻ ഏതെങ്കിലും ഒരു മതം പിന്തുടരണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചു. അമ്മയ്ക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് അവർ എന്നെ ഒരു ക്രിസ്ത്യാനിയായി വളർത്തുകയും ആ മതം പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ മാമോദിസ മുങ്ങുകയും ബൈബിൾ പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എൻ്റെ പേര് റെജീന കസാന്ദ്ര എന്നാക്കി മാറ്റുന്നതെന്നും നടി പറഞ്ഞു. മോഡലിംഗ് രംഗത്ത് സജീവമായി നിന്നിരുന്ന റെജീന അവിടെ നിന്നാണ് സിനിമയിലേക്ക് എത്തുന്നത്. 2005 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ കണ്ട നാൾ മുതൽ എന്ന സിനിമയിലാണ് നടി ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ പല ഭാഷകളിലും സജീവമായി. ഉത്സവം എന്ന തെലുങ്ക് സിനിമയിലാണ് റെജീന നായികയായി അവസാനം അഭിനയിച്ചത്. ഇനി ചിത്രീകരണം നടക്കുന്നതും പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ളതുമായ 3 ബോളിവുഡ് സിനിമകളാണ് റെജീനയുടേതായി വരാനിരിക്കുന്നത്. അപ്പോൾ റെജീന ഇസ്ലാം മതം സ്വീകരിച്ചത് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടോ പഠിച്ചിട്ടോ അല്ല. പക്ഷേ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതിന് ശേഷം അവർ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിച്ചു, ബൈബിള് പഠിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബൈബിള് പറയുകയും മനസ്സിലാക്കുകയും അറിയുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് എങ്ങനെയാണ് ഖുർആനിലേക്ക് പോയത്? ഇനി ഉമർ പറയും. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ നിരക്ഷരനായ ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയതിൽ കൂടിയാണല്ലോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമായി പോയി എനിക്ക് പിന്നീട്. ഇങ്ങനെ ഒരു മനുഷ്യനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകനെയാണോ നമ്മൾ ഇത്രയും മോശമായ രീതിയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. കാരണം വെച്ചാൽ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓക്കാലം വരുന്ന സമയം വരെ നമുക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ ആരും കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ഭീമാപ്പള്ളി ഭാഗങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ജനത ഏകദേശം ഭൂരിപക്ഷം ആളുകൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവരുടെ ആചാരം, അനുഷ്ഠാനം, വിശ്വാസം ഇതെല്ലാം കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു മതത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ, ഒരു വ്യക്തി, എൻ്റെ കുടുംബത്തിലൊരു വ്യക്തി പറയുകയുണ്ടായി,
നീ മേത്തൻ്റെ കൂടെ പോയതിനേക്കാൾ നല്ലത് നിരീശ്വരവാദിയായി പോകുന്നതായിരുന്നു നിനക്ക് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എത്രത്തോളം ഈ മതപരമായ വിശ്വാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന കാര്യമാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത്. ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു മഹാപ്രവാചകനാണെന്ന് യേശുവെന്നും ഈ ബൈബിൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. യേശു അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഉന്നതനായ ഒരു വ്യക്തിത്വമായിരുന്നു യേശു ക്രിസ്തു എന്ന് എനിക്കിത് മനസ്സിലായി. പിന്നെയും ഞാൻ പഠനം തുടങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം അന്തിമ പ്രവാചകനാണെന്നും അദ്ദേഹത്തിലൂടെ അല്ലാതെ മോക്ഷം കരസ്ഥമാക്കാൻ പറ്റില്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പം പലരും വിചാരിക്കും അത് അറബ് നാട്ടിൽ ഉണ്ടായ ഒരു ഇതല്ലേ, അറബ് നാട്ടിൽ വന്നവർ മുഹമ്മദിൻ്റെ വഴിയിലേക്ക് ഒരു മതം ഉണ്ടായത് അല്ല, ഒരിക്കലുമില്ല. കാരണം ഇസ്ലാം എന്നാൽ അത് എന്താണെന്നുള്ള കാര്യം അർത്ഥം മനസ്സിലാക്കിയാൽ ശരിക്കും അത് ശാന്തി സമാധാനം എന്നാണ് അറിയപ്പെടുക. അത് ദൈവത്തിൻ്റെ മതമാണ്, അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അറബി നാട്ടിൽ അള്ളാഹു എന്നും, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ഗോഡെന്നും, ഹിന്ദിക്കാർ ഹുദ എന്നും, അല്ലെങ്കിൽ നമ്മൾ ഈശോ പച്ച മലയാളത്തിൽ ഈശ്വരൻ, അറബിയിൽ പിന്നെ തമിഴ്നാട്ടിൽ കടവുൾ, തമിഴ് ഭാഷയിൽ പറയുന്നത് അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അവൻ ഏകനാണ്. ആ പല പേരുകൾ അറിയപ്പെടുന്നത് എന്നല്ലാതെ അതിനൊരു വ്യത്യാസം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇസ്ലാം ദൈവത്തിൻ്റെ ആദ്യം മനുഷ്യൻ മുതൽ അത് ഇസ്ലാം തന്നെയാണ്. ഞാൻ പരലോകത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, നരകങ്ങളിൽ വിശ്വസിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഞാനത് പല സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബത്തോടും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് 1% പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ, എന്തായാലും എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ മരിക്കുമ്പോൾ ഇവരാരും എൻ്റെ കൂടെ ഉണ്ടാകില്ലല്ലോ, എന്നാൽ സത്യത്തെ മുഴുകിക്കൊണ്ട് ഞാൻ മരിക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊരു സുഹൃത്തിൽ ചെന്ന് കണ്ടു. അദ്ദേഹം വഴി ഞാൻ ഷഹാദത്ത് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് മാത്രം പറഞ്ഞാൽ മതി, നമ്മൾ അന്ത്യപ്രവാചകനെയും ഏകദൈവത്തെയും നമ്മൾ അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ 2 വാക്യം മാത്രമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്, കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, എൻ്റെ സഹോദരി സഹോദരന്മാർക്കോട്, എൻ്റെ മാതാപിതാക്കളോട്, എന്നിൽ പ്രായം കുറഞ്ഞ എൻ്റെ അനിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, മരണം സുനിശ്ചയമാണ്. നമ്മളൊന്നും വെറുതെ ഈ ദുനിയാവിൽ വന്നവരല്ല. എനിക്ക് എൻ്റെ 66 വയസ്സിന് മുമ്പേ ഞാൻ എവിടെയായിരുന്നു എനിക്കറിയില്ല. എന്നാൽ ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ടായിരിക്കും, എങ്ങനെയായിരിക്കും, എന്ത് കർമ്മം ചെയ്താൽ എവിടെയായിരിക്കും എന്നുള്ള കാര്യം വേദപുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പരിപൂർണ്ണ. പക്ഷേ കാക്ക നേരെ തിരിച്ചാണ് കേട്ടോ. ഞങ്ങൾ ജനിച്ചതിന് ശേഷം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, ഇനി മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. രൂപത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യയിൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഞാൻ നിങ്ങളോട് അവസാനമായി ഞാൻ പറയേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക. വിശുദ്ധ ഖുർആന്റെ അവതരണം തന്നെയാണ്, ആദ്യത്തെ വാക്ക് തന്നെയാണ് ഇഖ്റ, വായിക്കുക എന്നതാണ്. നമ്മൾ എത്രയോ പുസ്തകങ്ങൾ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് കളയുന്നുണ്ട്. കൂടാതെ ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഇപ്പോഴത്തെ ലോകം നമുക്കൊന്നിനും സമയമില്ല. പക്ഷേ എല്ലാം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്, അതാണ് മരണം. തീർച്ചയായിട്ടും നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇപ്പം അതിനൊരു പുസ്തകമായിട്ട് പുസ്തകങ്ങൾ വായിക്കണം. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ പിന്നെ മൊബൈലുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ധാരാളം പുസ്തകങ്ങളുണ്ടായാലും വിശുദ്ധ ഖുർആനുണ്ട്. നിങ്ങളത് വായിക്കുക, വായിക്കാൻ ശ്രമിക്കുക. പരലോകത്തിൽ നിങ്ങളോടൊപ്പം ആരും ഉണ്ടാകുകയില്ല നിങ്ങളല്ലാതെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹം ആദ്യം ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ കിട്ടി. എന്തോ ഒരു 10 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തോ കൂടിയ ഇനമാണ് ചെയ്തത്. അത് കെട്ടിവെക്കാനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ലൈബ്രറിയിൽ നിന്നപ്പോഴത്തേക്കിനാണ് അദ്ദേഹത്തിന് ഈ പുസ്തകവും ഖുർആനും ഒക്കെ കിട്ടുന്നത്. പിന്നീട് അദ്ദേഹം സൗദി അറേബ്യയിൽ പോകുന്നു. അവിടെ നിന്ന് സുഹൃത്തുക്കൾ വഴി അദ്ദേഹത്തിന് ഖുർആൻ പരിഭാഷ കിട്ടുന്നു, വായിക്കുന്നു, ബൈബിൾ വലിച്ചെറിയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇദ്ദേഹം ഖുർആനും ഹദീസും ഒരാവർത്തി എന്നല്ല, ജസ്റ്റ് ചില വചനങ്ങൾ പോലും ഇദ്ദേഹം സ്വന്തം ഭാഷയിൽ വായിച്ചിട്ടില്ല. അങ്ങനെ വായിച്ചാൽ ബൈബിളിലും യേശു പറഞ്ഞതിലും പരസ്പര വൈരുദ്ധ്യം തോന്നിയ ഈ മനുഷ്യന് ഉറപ്പായിട്ടും നബി പറഞ്ഞതും ഖുർആൻ പറഞ്ഞതും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ മുഴച്ചു നിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആനും ഹദീസും. മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു വായിക്കാൻ. വളരെ സന്തോഷം. അത് വായിച്ചാൽ ഈ മതം ഉപേക്ഷിച്ചിരിക്കും, ഒരു സംശയവുമില്ല. നന്ദി.